അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കഴുക കണ്ണുള്ള കാമരാക്ഷസന്മാരാൽ വികൃതമാക്കപ്പെടേണ്ടതല്ല പെണ്ണെന്ന മഹിതമായ അസ്തിത്വം എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണ് മുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഇസ്ലാം ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഗൗരവത്തോടെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പല ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് പല വിമർശകരും പരിഹാസ രൂപത്തിൽ പല ചോദ്യങ്ങളുമായൊക്കെ വരുന്ന രംഗങ്ങൾ നമ്മൾ പലപ്പോഴായി കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംസാരവുമായി ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. ആരോ മുറിച്ചിട്ട ഒരു ക്ലിപ്പിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം കേട്ട് അതിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ വന്ന് വിമർശിക്കുന്ന ഒരു രംഗമാണത്. നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നമുക്കതൊന്ന് കേൾക്കാം. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. ലിയജിദൂ മിൻ റീഹിഹാ, അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയ, അവൾ വേശ്യയാകുന്നു. ഇപ്പൊ ഈ ഉസ്താദ് പറഞ്ഞോണ്ട് ഞാൻ പറയാ, ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഇട്ടിട്ട് വരുന്ന ഇദ്ദേഹം പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. അത്തരത്തിൽ പുറത്തിറങ്ങുന്ന ആളുകളോട് തന്നെയാണ് ഗൗരവപൂർവ്വം പ്രവാചകൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ബഹുമാന്യ പണ്ഡിതൻ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും, നല്ല സ്മെല്ലാണ് ഇവരെ. ഇപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉഗാണ്ടയിൽ ഇവരെ മണക്കും, അങ്ങനെ നല്ല സ്മെല്ലാണ്. അത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു അങ്ങാടിയിലൂടെ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആളുകളൊക്കെ അവളിലേക്ക് ശ്രദ്ധിക്കുന്ന രൂപത്തിൽ സ്മെല്ലുള്ള സ്പ്രേകൾ ഉപയോഗിച്ചുകൊണ്ട്, അത്തരം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി തന്നെ ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചു, അങ്ങനെയുള്ള സ്മെല്ലുകൾ അത് അങ്ങ് ഉഗാണ്ട വരെ എത്തുന്നുണ്ട്. ആ രീതിയിലുള്ള സ്മെല്ലുള്ള സ്പ്രേകളാണ്. എന്തൊരു നല്ല സ്മെല്ലാണ് എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. ഇത്തരം സ്മെല്ലുള്ള സ്പ്രേകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കിടയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ആളുകൾ അത്തരം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താണ് ആലോചിക്കേണ്ടത്? ആളുകൾ ആകർഷിക്കപ്പെടും. അത് തന്നെയാണല്ലോ വിഷയം. ഈ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ട് എത്ര ആൾക്കാരെ അങ്ങനത്തെവരെല്ലാം വേശികളാന്ന് ചിന്തിക്കും. നമ്മുടെ സഹോദരിയുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളൊക്കെ വ്യഭിചാരം നടത്തി എന്നുള്ളതല്ല അവിടെ പറഞ്ഞു വരുന്നത്. അത് ശക്തമായ ഒരു മുന്നറിയിപ്പും താക്കീതുമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, റോഡരികിൽ കാണുന്ന വലിയ ബോർഡ്, ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖല എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പോയ ആളുകൾക്കൊക്കെ അപകടം പറ്റി എന്നാണോ? അതല്ല, അപകടത്തിലേക്കുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇങ്ങനെ സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വ്യഭിചാരിണിയാണ് എന്നല്ല പറഞ്ഞത്. അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇങ്ങനെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ിടയിലേക്ക് പോകൽ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അത് വലിയ തെറ്റാണ്, തിന്മയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള പ്രയോഗം. അത് ആ ഉസ്താദിന്റെ സംസാരത്തിന്റെ ബാക്കി ഭാഗം കൂടി മോള് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുമായിരുന്നു. എനിക്ക് ചിരിയാ വരുന്നത്. അതിന് ചിരിക്കാൻ മാത്രം എന്താണുള്ളത്? വിളിച്ചു കൂവുന്നേ, ഇത് അദ്ദേഹം ഇസ്ലാം മത വിശ്വാസികളോട് പറയുന്ന ഒരു നിയമമാണ്. ഇത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പറയുന്നതാണ്. ഇത് വിളിച്ച് എന്തെങ്കിലും വിവരക്കേട് കൂവുന്നതല്ല. അതിന്റെ ബാക്കി കൂടി കേട്ട് കഴിഞ്ഞാൽ പങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇതിന് ശേഷം കേൾപ്പിച്ചു തരാം. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കാം. ചോദിച്ചു. ആൺകുട്ടികൾ പെർഫ്യൂം അടിക്കുന്ന പെൺകുട്ടികൾ ബാക്കിൽ വരണോ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ? അല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ പെർഫ്യൂംസ് തന്നെ അടിക്കേണ്ട. ആ രൂപത്തിൽ ഒരു വലിയ ജാടയോടെ നടന്നില്ലെങ്കിൽ, ആ ഒരു രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അവൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്തു വെച്ചതൊന്നുമല്ല. അത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അപ്പൊ അവരെന്താ വിളിക്കണ്ടേ? അവരെ എന്തും വിളിച്ചോ. അങ്ങനെ പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്നവരെ വായി നോക്കിയെന്നും അങ്ങനെ പലതും വിളിക്കാറുണ്ടല്ലോ. അങ്ങനെ എന്തും വേണമെങ്കിലും വിളിച്ചു. ഉസ്താദ് പറയണമെന്നൊന്നുമില്ല. സ്വതവേ വായി നോക്കിയാൽ എന്താണ് വിളിക്കാറുള്ളത് അതൊക്കെ വിളിച്ചോളൂ. പക്ഷെ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞതാണ്, വെറുതെ രസത്തിന് പറഞ്ഞതല്ല. ഇവിടെ നമ്മുടെ സഹോദരി മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ സുഗന്ധമേ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ ഉസ്താദിന്റെ ബാക്കി സംസാരം കൂടി ഒന്ന് കേട്ടു നോക്കാം. ഈ ഉദ്ദേശാർത്ഥം എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പെണ്ണിനെ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാരുടെ സുഗന്ധത്തിൻ്റെയും സ്ത്രീകളുടെ സുഗന്ധത്തിൻ്റെയും വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നിടത്ത് ഉലമാവ് പ്രത്യേകം പറഞ്ഞു കാണാം. പുരുഷരുപയോഗിക്കുന്ന സുഗന്ധത്തിന് നിറം കുറവായിക്കോട്ടെ, മണം നല്ല ഉണ്ടായിക്കോട്ടെ. സ്ത്രീകൾ ഉപയോഗിക്കുന്നതോ നല്ല നിറമൊക്കെ ഉണ്ടായിക്കോട്ടെ, മണം കുറഞ്ഞത് ഉപയോഗിച്ചാൽ മതി. ലൈറ്റ് പെർഫ്യൂമുകളാണ് ആരുപയോഗിക്കേണ്ടത്? സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത്. അടിച്ചു വീശുന്നത് അവർ. ഈ ലൈറ്റ് പെർഫ്യൂം ഉപയോഗിക്കുന്നതിന് അവളും ഇങ്ങനെ അവളുടെ അടുത്തുള്ള സഹോദരിമാരുടെ അടുത്തുള്ള സദസ്സുകളിൽ പോയി ഇരിക്കേണ്ടി വരില്ലേ? അപ്പൊ സദസ്സുകളിൽ പോയിട്ട് ഇരിക്കേണ്ടി വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിക്ക് ഇവളടുത്തിരുന്ന ഈ കക്ഷത്തിലെ വിയർപ്പും ഈ കൂട്ടാനുണ്ടായ കറിയുടെയും മണവും
കോൺ ഓയിലിൻ്റെ മണവും ഭക്ഷണം ഉണ്ടാക്കിയ ഉള്ളിയുടെ ഗന്ധവും ഇതെല്ലാം കൂടിയുള്ള ഒരു പറതിയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് അങ്ങനെ ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. പെണ്ണ് ഒരിക്കലും സുഗന്ധം ഉപയോഗിക്കാനേ പാടില്ല. അത് അതിര് കവിഞ്ഞ വാദമാണ്. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ലൈറ്റ് ഉപയോഗിക്കുക. അവർ പള്ളിയിലോ ജമാഅത്തിനോ ക്ലാസ്സുകൾക്കോ പൊതുവേദികളിലോ ഒക്കെ അവരുടേതായ വേദികളിൽ വന്നിരിക്കുമ്പോൾ മറ്റുള്ള അവരുടെ സഹോദരിമാർക്ക് എന്ത് ചെയ്യരുത്, ഒരു വിഷമം ഉണ്ടാകരുത്. ഇത് കയറിന് വരുമ്പോഴൊക്കെ തന്നെ ഈ മണാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവർക്ക് ഏത് സുഗന്ധവും ഉപയോഗിക്കാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈറ്റ് സുഗന്ധം എന്ന് പറഞ്ഞാൽ അവരൊരാളുടെ അടുക്കലിരുന്നാൽ അവരിൽ നിന്നൊരു ദുഷിച്ച മണം പുറത്തു വരുന്ന വിധത്തിലില്ലാതെ അതിനെ അകറ്റുന്ന വിധത്തിലുള്ള ലൈറ്റ് സുഗന്ധങ്ങൾ അവർക്കും ഉപയോഗിക്കാം. അതേ അവസരത്തിൽ ഇവിടെ പറയുന്ന കേസ് അതല്ല. അവൾ നല്ല അടിച്ച് വീശുന്ന ഇവിടെ ഇറങ്ങിയാൽ മതി, അപ്പുറത്തിങ്ങനെ കേൾക്കുക. ഉദ്ദേശം തന്നെയാണ് എന്നിലേക്കൊന്ന് ആകർഷിക്കപ്പെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വിധത്തിൽ ഒരു പെണ്ണ് അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. അത് വ്യഭിചാരിണിയുടെ ശീലമാണെന്ന് പറഞ്ഞാൽ, വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞാൽ അത് ആ ശീലം ആ സ്വഭാവമൊക്കെ ആർക്കേ ഉണ്ടാവുള്ളൂ, അത്തരം പെണ്ണുങ്ങൾക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് നമ്മളവിടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇതിന് വേറൊരു വിശദീകരണം നൽകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മാത്രം കൃത്യമായി തന്നെ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരൻ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ സ്ത്രീകളെ അടിച്ചമർത്താനും അവർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനും വേണ്ടിയിട്ടല്ല. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് സഹോദരോട് പറയാനുള്ളത്, ഏതെങ്കിലും സെക്കൻഡുകൾ മാത്രമൊക്കെ ദൈർഘ്യമുള്ള ക്ലിപ്പുകൾ കണ്ട് അതിനെ എടുത്തു വെച്ചുകൊണ്ട് വിമർശിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും മുമ്പുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രം വിമർശനങ്ങൾ ഉന്നയിക്കുക. അതാണല്ലോ ശരിയായ രീതി. വിമർശിക്കരുത് എന്നല്ല, വിമർശിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിമർശിക്കുക. അതല്ലാതെ കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഒരു സഹോദരൻ എന്ന നിലയിൽ താങ്കളോട് നിർദ്ദേശിക്കുകയാണ്. അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.